ഞാൻ നല്ല ഒരു പിക്ചർ കണ്ടിരുന്നു. എന്താണെന്നറിയാം, കർത്താവ് ഒരു കൈ ദേ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, എന്നിട്ട് വേറൊരു കൈ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നീട്ടി പിടിച്ചിരിക്കുകയാണ്. ആ പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ഈശോയുടെ പുറകിൽ എന്താ നമുക്ക് കാണില്ല, ആദ്യം ഫ്രണ്ടിലെ ആ പിക്ചർ മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഈശോ ഇങ്ങനെ ഒരു കൈ എന്തോ ഇങ്ങനെ പുറകെ പിടിച്ചിരിക്കുന്നു, എന്നിട്ട് കർത്താവ് ഇങ്ങനെ കൈ നീട്ടുന്നു. ഈ കുട്ടിയുടെ കയ്യിൽ ചെറിയൊരു പാവയുണ്ട്. അപ്പൊ കുഞ്ഞിതിങ്ങനെ കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. കർത്താവ് ഈ പാവ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കുട്ടി അത് കൊടുക്കാതിരിക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിൽ കാണിക്കും ഈ പുറകിൽ എന്താന്ന്, വലിയൊരു പാവ. ഈ കുട്ടി ഈ ചെറിയ പാവ കൊടുത്താൽ കർത്താവിന് ഈ വലിയ പാവ കൊടുക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ചെറിയ പാവ പോവല്ലോ എന്നാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ മുറി പോവും, നമ്മുടെ വണ്ടി പോവും, അല്ലെ നമ്മുടെ വരുമാനം പോവും, നമ്മുടെ സുഹൃത്തുക്കൾ പോവും, നമ്മൾ ഇത്രയും നാള് നമ്മളെ സഹായിച്ചിരുന്ന ആളുകളുടെ സഹായം പോവും. ഒന്നും നഷ്ടപ്പെടില്ല. ഒരു കാര്യം ഉറപ്പിച്ചോണം, ക്രിസ്തുവിലേക്ക് വന്നാൽ ഒരു മനുഷ്യനും ഒന്നും നഷ്ടപ്പെടില്ല.